ഓം നമോ നാരായണ. ശ്രീമന്നാരായണീയം 40-ാം ദശകം 6ാം ശ്ലോകത്തിൽ അമ്പാടിയിലെത്തിയ പൂതന ലളിത സുന്ദര മനോഹര ഭാവവിലാസം കൈക്കൊണ്ട് അമ്പാടിയിലെ ഗോപികമാർക്ക് തടയാൻ കഴിയും മുൻപേ ഉണ്ണിക്കണ്ണനെ എടുത്ത് മുലപ്പാൽ നൽകി. അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അടുത്തത് ശ്ലോകം 7, 40-ാം ദശകം ശ്ലോകം 7. പദച്ഛേദം: സമതിരുഹ്യ തദംഗം അശങ്കിത ത്വം അഥ ബാലക ലോപനരോഷിതഃ മഹദ് ഇവ ആമ്രഫലം കുജമണ്ഡലം പ്രതി ചുചൂഷിത ദുർവിഷ ദൂഷിതം. അതിൻ്റെ അർത്ഥം: അഥ ത്വം ബാലക ലോപനരോഷിതഃ, അഥ അനന്തരം, ത്വം അങ്ങ്, ബാലക ലോപനം അസംഖ്യം കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയ, ലോപനം ഇല്ലാതാക്കുക, ബാലക ലോപന രോഷിത അങ്ങനെ ഇല്ലാതാക്കിയ പൂതനയിൽ രോഷാകുലനായി. അങ്ങനെ പൂതന ഇറങ്ങി അമ്പാടിയിൽ ഉണ്ടാവൂ എന്ന് സംശയത്തോടു കൂടിയാണ് അമ്പാടിയിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ലോകം മുഴുവൻ കറങ്ങി കൊച്ചു കുഞ്ഞുങ്ങളെ, ഒരേ പ്രായത്തിലുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന ആ പൂതനയിൽ രോഷാകുലനായ ഭഗവാൻ, അങ്ങ് എന്ന് പറയുന്ന ഭഗവാനെയാണ്, അശങ്കിത തദംഗ സമധിരുഹ്യ, ഇടിച്ചു കയറി അകത്തേക്ക് വരികയാണല്ലോ. വിലാസവതിയായി അതിസുന്ദരിയായി ഒരു യുവതി അകത്തേക്ക് കയറി വരുന്നു. ഗോപികമാർക്ക് തടയാൻ കഴിയുന്നതിന് മുൻപേ അവൾ അവിടെ വന്ന് കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ആ കുഞ്ഞ് ഒട്ടും ശങ്ക കൂടാതെ, സാധാരണ അപരിചിതർ വന്ന് എടുക്കുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ കരയും, ഇന്നുണ്ടായില്ല. അശങ്കിത തദംഗം സമതിരുഹ്യ, ഒരു ശങ്കയും കൂടാതെ അവിടുന്ന് എന്താ ചെയ്തത്? അവളുടെ മടിത്തട്ടിൽ സമതിരുഹ്യ കയറിയിരുന്നു. ശങ്ക കൂടാതെ അവളുടെ മടിയിൽ കയറിയിരുന്ന് ദുർവിഷ ദൂഷിതം കുജമണ്ഡലം എന്താ ചെയ്തത്? ദുർവിഷ ദൂഷിതം, ദുർവിഷം, കഠിനമായ വിഷം പുരട്ടിയ അവളുടെ കുജമണ്ഡലം അഥവാ പോർമുലകൾ. അവൾ ഭീമാകാരിയാണ്, സുന്ദരിയുടെ വേഷത്തിൽ വന്നേ ഉള്ളൂ, രാക്ഷസിയാണ്. അപ്പോൾ അവളുടെ ആ വലിയ മുലകൾ, കുജമണ്ഡലം എന്ന് പറയുന്നതാണ് പോർമുല, ആ വിഷം പുരട്ടിയ അവളുടെ കുജമണ്ഡലം അങ്ങ് എന്താ ചെയ്തത്? മഹത് ആമ്രഫലം ഇവ പ്രതി ചുചൂഷിത. മഹത് ഒരു വലിയ ആമ്രഫലം, മാമ്പഴം, ആമ്രഫലം എന്ന് പറഞ്ഞാൽ മാമ്പഴം പോലെ, മാമ്പഴത്തെ എന്ന പോലെ, ചുചൂഷിത വലിച്ചു കുടിച്ചു. അപ്പോൾ അവൾ അങ്ങനെ കുഞ്ഞ് അവളുടെ മടിയിൽ കയറിയിരുന്ന് അവൾ മുല കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ മുല വിഷം പുരട്ടിയ അവളുടെ ആ പോർമുലകൾ ഒരു മാമ്പഴം പോലെ അങ്ങനെ വലിച്ചു കുടിച്ചു. അതാണ് സംഭവിച്ചത്. ഭഗവാനെ പൂതന അനേകം കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയതിൽ രോഷം പൂണ്ട അങ്ങ് ശങ്ക കൂടാതെ അവളുടെ മടിത്തട്ടിൽ കയറിയിരുന്നു. ഒരു വലിയ മാമ്പഴം എന്ന പോലെ അവളുടെ പോർമുല വലിച്ചു കുടിച്ചു. അപ്പോൾ സാധാരണ കുഞ്ഞുങ്ങൾ അപരിചിതരെ കാണുമ്പോൾ കാണിക്കുന്ന ശങ്കയൊന്നും ഭഗവാൻ ഉണ്ടായില്ല. ഭഗവാൻ സാധാരണ കുഞ്ഞല്ല എന്ന് നമുക്കറിയാമല്ലോ. യാതൊരു ശങ്കയും ഇല്ലാതെ ഉണ്ണിക്കണ്ണനായ അവിടുന്ന് പൂതനയുടെ മടിയിൽ കയറി അവളുടെ വിഷം പുരട്ടിയ മുല വലിച്ചു കുടിക്കുകയാണ് ചെയ്തത്. ശ്ലോകം: സമധിരുഹ്യ തദംഗമശങ്കിത ത്വമഥ ബാലകലോപനരൂഷിത മഹദിവാമ്രഫലം കുജമണ്ഡലം പ്രതി ചുചൂഷിത ദുർവിഷദൂഷിതം. അടുത്തത് 8-ാമത്തെ ശ്ലോകം: അസുഭിഹി ഏവ സമം ധയതി ത്വയി സ്തനം അസൗ തനിതോപമ നിസ്വന നിരപതത് ഭയദായി നിജം വപുഹു പ്രതിഗത പ്രവിസാര്യ ഭുജഭൗ ഉഭൗ. അങ്ങനെയാണത് പിരിച്ചു വായിക്കേണ്ടത്, ഭുജ ഉഭൗ. അതിൻ്റെ അർത്ഥം: ത്വയി അസുഭിഹി സമം ഏവ സ്തനം ധയതി. ത്വയി അവിടുന്ന്, ത്വാം ത്വയി എന്നെല്ലാം പറയുന്നത് ഭഗവാനെയാണ് സംബോധന ചെയ്യുന്നത്. അവിടെ മേൽപ്പത്തൂർ ഭട്ടതിരി ഭഗവാന്റെ മുന്നിലിരുന്ന് അദ്ദേഹത്തിൻ്റെ കഥകൾ വർണ്ണിക്കുകയാണല്ലോ. അപ്പോൾ ത്വയി അസുഭി, നിന്തിരുവടി
അസുഭിഹി പ്രാണങ്ങളോടുകൂടി, അസുഭിഹി സമം പ്രാണങ്ങളോടുകൂടി, ഏവസ്തനം ധയതി അവളുടെ മുല വലിച്ചു കുടിക്കുമ്പോൾ, ആ മുലപ്പാൽ കുടിക്കുമ്പോൾ പ്രാണനെ തന്നെയാണ് വലിച്ചു കുടിക്കുന്നത്. അങ്ങനെ സംഭവിച്ചപ്പോൾ അസൗ സ്തനിതോപമ നിസ്വന, അവിടെ ഒരു ഭയാനകമായ അസൗ ഈ പൂതന സ്തനിതോപമ ഇടിമുഴക്കം പോലെ ഭയാനകമായ നിസ്വന ശബ്ദത്തോടു കൂടി ഭയദായി നിജം വബുഹു പ്രതിഗത, ഭയദായി ഭീകരമായ ഭയം ജനിപ്പിക്കുന്ന നിജം തൻ്റെ രാക്ഷസീയ രൂപം വബുഹു ആ രാക്ഷസീ രൂപം പ്രതിഗത കൈക്കൊണ്ട് അവിടെ വീഴുകയാണ്. ഉഭൗ ഭുജൗ രണ്ട് കൈകളും പരത്തി പ്രവിസാര്യ നിരവധത് ആ രണ്ട് കൈകളും പരത്തി നിലത്ത് മരിച്ചു വീണു. അതാണ് സംഭവിച്ചത്. അല്ലയോ ഭഗവാനെ, നിന്തിരുവടി പ്രാണങ്ങളോടുകൂടി തന്നെ ആ മുല വലിച്ചു കുടിക്കുമ്പോൾ ഈ പൂതന ഇടിമുഴക്കം പോലെ ഭയങ്കര ശബ്ദത്തോടെ ഭയാനകമായ തൻ്റെ രാക്ഷസീയ രൂപം കൈക്കൊണ്ട് ഇരു കൈകളും പരത്തി നിലത്ത് മരിച്ചു വീണു. അവിടെ പൂതനയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്, കഴിഞ്ഞു. അപ്പോൾ രണ്ട് കൈകളും പരത്തി രാക്ഷസീയ രൂപം കൈക്കൊണ്ടു മരണസമയത്ത് യഥാർത്ഥ രൂപം സംഭവിച്ചു കഴിഞ്ഞു. ആ ശ്ലോകം അസുഭിരേവ സമം ധയതി ത്വയി സ്തനമസൗ സ്തനിതോപമ നിസ്വന നിരപതദ്ഭയദായി നിജം വപു പ്രതിഗത പ്രവിസാര്യ ഭുജൗ ഉഭൗ. അടുത്തത് 9ാമത്തെ ശ്ലോകം. 9ാമത്തെ ശ്ലോകത്തിൽ ഇനി പൂതന മരിച്ചു വീണിട്ട് ബാക്കിയുള്ള സംഭവങ്ങളാണ്. ഭയത ഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന മോഹിതവല്ലവേ പ്രജപദേ തദുരഹ സ്ഥല ഖേലനം നനു ഭവന്ത മഹൃണത ഗോപിക. വ്രജപദേ ഭയഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന മോഹിതവല്ലവേ. അങ്ങനെ ഒറ്റ വാക്കിൽ അങ്ങനെ ഒറ്റ പദങ്ങളായിട്ട് വരികയാണ്. വ്രജപദേ അമ്പാടിയിൽ, ഭയഘോഷണ ഭയങ്കരമായ ഘോഷം ശബ്ദത്തിൻ്റെ ശ്രവണവും, ഭയഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന എന്ന് പറഞ്ഞാൽ ഭയഘോഷണം ഭയങ്കരമായ ശബ്ദത്തിൻ്റെ ശ്രവണവും, ഭീഷണ വിഗ്രഹം ഭയം ജനിപ്പിക്കുന്ന ശരീരത്തിൻ്റെ ദർശനവും, മോഹിതവല്ലവേ അത് കണ്ട് സംഭ്രമിച്ച് ഓടിയെത്തിയ ഗോപജനങ്ങളോട് കൂടിയതായി. അമ്പാടി എങ്ങനെയായി തീർന്നു? ഭയങ്കരമായ ആ വ്രജപദം എന്ന് പറഞ്ഞാൽ അമ്പാടി ഭയങ്കരമായ ശബ്ദം കൊണ്ടും ഭയങ്കരമായ കാഴ്ച കൊണ്ടും ശ്രവണവും ദർശനവും അതിഭയാനകമായപ്പോൾ സംഭ്രമിച്ച് ഓടിയെത്തിയ ഗോപജനങ്ങളോട് കൂടിയതായി തീർന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? തദുരസ്ഥല ഖേലനം ഭവന്തം അവിടുന്ന് ഭഗവാൻ. തദുരസ്ഥല ഖേലനം ഭഗവാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൊച്ചു കുഞ്ഞല്ലേ, ആ കുഞ്ഞ് ഈ പൂതനയുടെ മാറത്ത് കിടന്ന് കളിക്കുന്നു. അതാണ് കാണുന്നത്. ഗോപജനങ്ങളെല്ലാം കൂടി ഈ ഭയാനകമായ ശബ്ദവും ഭയങ്കരമായൊരു സാധനം അങ്ങ് വീഴുകയാണ്. ഒരു മല മറിഞ്ഞു വീഴും പോലെ പൂതന മറിഞ്ഞു വീണ് മരിച്ചു. രണ്ട് കൈകളും പരത്തി അവിടെ വീണു മരിച്ചു ആ ഭീകര രൂപം. അപ്പോഴാണ് ഗോപജനങ്ങളെല്ലാം കൂടി ഈ ശബ്ദവും ബഹളവും ഒക്കെ കേട്ട് ഓടി വരുമ്പോൾ ആ പൂതനയുടെ മാറത്ത് മല പോലെ കിടക്കുകയാണ്. ആ മാറത്ത് ഈ കൊച്ചു കുഞ്ഞ് ഓടിക്കളിക്കുന്നതാണ് കാണുന്നത്. തദുരസ്ഥല ഖേലനം ഭവന്തം അവിടുന്ന് എന്താ ചെയ്തത്? പൂതനയുടെ മാറത്ത് കിടന്ന് കളിക്കുന്ന ഇവരോടി വന്നിട്ട് നിന്തിരുവടിയെ ഗോപിക നനു അഗ്രഹിണത എന്ന് പറഞ്ഞാൽ ഗോപാംഗനകൾ ഓടി വന്നിട്ട് അങ്ങയെ വാരിയെടുക്കുന്നു. അവിടുന്ന് വാരിയെടുക്കുകയാണ്. അപ്പോൾ നിലത്തൊന്നും നിന്നവർക്ക് എടുക്കാൻ പറ്റില്ല, എത്രയും പൊക്കത്തിലാണ്, മല പോലെ കിടക്കുകയാണ്. അവരെങ്ങനെയൊക്കെയോ കയറി പിടിച്ച് കുഞ്ഞിനെ വാരി അവിടുന്ന് എടുത്തു. അവരാകെ ഭയാനകമായ ഒരു സംഭവമാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ പൂതന മരിച്ചു വീണപ്പോൾ ഉണ്ടായ ആ ഭയാനകമായ ശബ്ദവും രാക്ഷസീയ ദർശനവും കൊണ്ട് അമ്പാടി സംഭ്രമിച്ച് ഓടിയെത്തിയ ഗോപജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. അപ്പോൾ യാതൊന്നും
അറിയാത്ത ഭാവത്തിൽ പൂതനയുടെ മാറത്ത് കിടന്ന് കളിക്കുന്ന ശിശുവായ നിന്തിരുവടിയെ ഗോപാംഗനകൾ ഓടി വന്ന് എങ്ങനെയൊക്കെയോ വാരിയെടുത്തു. ആവൂ, ഇവിടെ കവി തന്നെ പറയുകയാണ്, ആവൂ ആശ്വാസമായി എന്നുള്ള അർത്ഥത്തിലാണ്. ആ കുഞ്ഞിനെ അവിടെ നിന്ന് എടുക്കാൻ, ആ കുഞ്ഞ് ചിലപ്പോൾ അവിടെ നിന്ന് മറിഞ്ഞ് താഴേക്ക് വീണാൽ തന്നെ ഒരു മലയുടെ മുകളിൽ നിന്ന് വീഴും പോലെ ഇരിക്കും. അപ്പോൾ എങ്ങനെയൊക്കെയോ അവർ ഓടി വന്ന്, അവരുടെ കണ്ണിൽ ഇതൊരു മനുഷ്യ ശിശു മാത്രമാണ്, ഓടി വന്ന് എടുത്തു. ആവൂ എന്ന് ഇവിടെ ഈ വരികളിൽ തന്നെ കവി പറയുകയാണ്. അപ്പം അങ്ങനെയുള്ള ആ ഭയങ്കരമായ ശബ്ദത്തോടു കൂടി മറിഞ്ഞു വീണ ആ കാഴ്ചയും ശബ്ദവും സംഭ്രമിപ്പിച്ച ഗോപജനങ്ങൾ അവിടേക്ക് ഓടിയെത്തിയ സംഭവമാണ് അവിടെ പറയുന്നത്. ഭയദഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന മോഹിത വല്ലവേ വ്രജപദേ തദുരസ്ഥല ഖേലനം നനുഭവന്തമഗൃഹണത ഗോപിക. അടുത്തത് 10ാമത്തെ ശ്ലോകമാണ്. ആ ദശകം അവസാനിക്കുന്ന ശ്ലോകമാണ്. അവിടെ ഭുവന മംഗള വാദ നികേതനനാഥ, എല്ലാ ലോകങ്ങൾക്കും മംഗളമൂർത്തിയായിരിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പ. അപ്പോൾ ഭുവന മംഗള, അത് ഗുരുവായൂരപ്പനെ സംബോധന ചെയ്യുകയാണ്. ഭുവന മംഗള നാമഭിഹി ഏവ തേ യുവതിഭിഹി ബഹുധ കൃതരക്ഷണഃ ത്വം അയി വാദനികേതനനാഥ മാം അഗതയൻ കുരു താവക സേവകം എന്നാണ് പറയുന്നത്. അതായത് ഭുവന മംഗളവാദ നികേതനനാഥ, ഭുവനത്തിന് മംഗളമരുളുന്ന വാദനികേതനം, വായുവിൻ്റെ ഗൃഹമാണ് എന്ന് വെച്ചാൽ ഗുരുവായൂരപ്പനാണ്. ഗുരുവായൂരപ്പനെയാണ് സംബോധന ചെയ്യുന്നത്. ഭുവനത്തിന് മംഗളം, എല്ലാ ഭുവനങ്ങൾക്കും മംഗളമൂർത്തിയായിരിക്കുന്ന അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ. തേ നാമഭി ഏവ യുവതിഭി ബഹുധാ കൃതരക്ഷണഃ ത്വം. ത്വം അവിടത്തെ നിന്തിരുവടിയുടെ തിരുനാമങ്ങളെ കൊണ്ട്, തേ നാമഭി അല്ലയോ അങ്ങയുടെ നാമങ്ങൾ കൊണ്ട്, ഒരുപാട് നാമങ്ങൾ, ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ് ആ കുഞ്ഞിനെ അവർ കയ്യിൽ വച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവനാമങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിന്തിരുവടിയുടെ തിരുനാമങ്ങളെ കൊണ്ട് തന്നെ ഏവ യുവതിഭി, ആ യുവതികൾ ബഹുധാ കൃതരക്ഷണ ത്വം, അങ്ങയെ രക്ഷിച്ചു. ത്വം ഇവിടെ ശിശുവിനെയാണ്. ആദ്യം തേ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനെ, അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങയുടെ നാമങ്ങൾ കൊണ്ട് അവിടുത്തെ യുവതികൾ, ഗോപസ്ത്രീകൾ ബഹുധാ കൃതരക്ഷണഃ, ഭഗവാനെ, ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങയുടെ നാമങ്ങൾ കൊണ്ട് തന്നെയാണ് അങ്ങയെ രക്ഷിക്കുന്നത്. ത്വം രക്ഷ ചെയ്യുന്നത്, ത്വം കൃതരക്ഷണ, അങ്ങയെ രക്ഷണം ചെയ്യുന്നത് അങ്ങയുടെ നാമങ്ങൾ കൊണ്ടാണ്. കാരണം ഇതൊരു മനുഷ്യ ശിശു ആണെന്ന് അവർ ധരിച്ചിട്ടുള്ളത്. അവർ ദൈവത്തിനെ പ്രാർത്ഥിച്ച് ദൈവനാമങ്ങൾ ഉരുവിട്ടുകൊണ്ട്, ഗുരുവായൂരപ്പൻ്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് അങ്ങയെ രക്ഷിക്കുകയാണ്. ഭഗവാന്റെ നാമങ്ങളാണ് അവർ ഉരുവിടുന്നത്. ആ ഭഗവാനാണ്, വിഷ്ണുവാണ് ഗുരുവായൂരപ്പനായിട്ട് അവിടെ വിലസുന്നത്. അപ്പോൾ നിന്തിരുവടിയുടെ തിരുനാമങ്ങളെ കൊണ്ട് തന്നെ ഗോപാംഗനകൾ പല വിധത്തിൽ രക്ഷ ചെയ്യപ്പെട്ടവനായ അവിടുന്ന്. ത്വം, അവസാനത്തെ ത്വം എന്ന് പറഞ്ഞാൽ അവിടുന്ന്, ആ കുഞ്ഞിനെയാണ് പറയുന്നത്. അപ്പോൾ ദൈവനാമങ്ങൾ ഉരുവിട്ടുകൊണ്ട്, വിഷ്ണുവിൻ്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആ ഗോപാംഗനമാർ ആ നാമങ്ങൾ കൊണ്ട് അങ്ങയെ രക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ രക്ഷ ചെയ്യപ്പെട്ട അവിടുന്ന് മാം അഗതയൻ താവക സേവകം കുരു, മാം എന്നെ ആരോഗ്യവാനാക്കി, അഗതയൻ എന്ന് പറഞ്ഞാൽ ആരോഗ്യവാനാക്കി, അവിടുത്തെ തൃപ്പാദദാസനാക്കി തീർക്കണേ. താവക സേവകം കുരു, അങ്ങയുടെ താവക, അങ്ങയുടെ സേവകം, അങ്ങയുടെ തൃപ്പാദദാസനാക്കി മാറ്റണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധം 6-ാം അധ്യായത്തിൽ 20 മുതൽ 29 വരെയുള്ള ശ്ലോകങ്ങൾ ഗോപികമാരുടെ ഈ രക്ഷാ കവചമാണ്. ശ്രീനാരായണ കവചം എന്ന പേരിൽ ഈ രക്ഷാകവചമാണ്. അവിടെ ഗോപികമാർ ഈ കുഞ്ഞിനു ചുറ്റും, കുഞ്ഞിൻ്റെ മുഖം മുതൽ പാദം വരെ ആ നാമങ്ങൾ കൊണ്ട് സംരക്ഷണം ചെയ്യുന്നതാണ്
ഇതിൽ പറയുന്നത്. അപ്പോൾ ഭുവനമംഗള നാമഭിരേവ, ഭുവനത്തിന് മംഗളമായി മംഗളം ചെയ്യുന്ന അല്ലയോ ഭഗവാനെ, അവിടെ യുവതികളെല്ലാം ഗോപാംഗനകളെല്ലാം കൂടി അങ്ങയുടെ നാമങ്ങൾ കൊണ്ട് തന്നെ, മഹാവിഷ്ണുവിൻ്റെ നാമങ്ങൾ കൊണ്ട് തന്നെ കുഞ്ഞിന് ചുറ്റും രക്ഷാവലയം തീർത്തു. അവിടുന്ന് ഈ രോഗിയായ എൻ്റെ രോഗം മാറ്റി അങ്ങയുടെ പാദസേവകനാക്കി തീർക്കണേ എന്നാണ് ഇവിടെ ഭഗവാനോട് അപേക്ഷിക്കുന്നത്. ഭുവനമംഗളനാമഭിരേവതേ യുവതിഭിർബഹുധാ കൃതരക്ഷണ ത്വമൈവാദനികേതനനാഥ മാം അഗതയൻ കുരു താവക സേവകം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അടുത്തത് ദശകം 41 പൂതനാദേഹദഹനവും ശ്രീകൃഷ്ണ ജന്മോത്സവവും. അതാണ് അടുത്തതിൽ പറയുന്നത്. അതിൽ ശ്രീകൃഷ്ണൻ്റെ ജന്മോത്സവം, പിന്നെ പൂതന മരിച്ചു കഴിഞ്ഞല്ലോ, അപ്പോൾ പൂതനയെ ദഹിപ്പിക്കണം, ആ ശരീരം മറവ് ചെയ്യണം. അത് രണ്ടുമാണ് അടുത്ത 41 ശ്ലോകത്തിൽ പറയുന്നത്. വൃത്തം ഉപജാതി. അപ്പോൾ കഴിഞ്ഞ ദശകത്തിൽ പൂതനയ്ക്ക് മോക്ഷം കിട്ടിക്കഴിഞ്ഞു. അതിനെ തുടർന്നുള്ള കഥാഭാഗമാണ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 6-ാം അധ്യായത്തിൽ 31 ശ്ലോകം മുതൽ ഇത് വിവരിച്ചിട്ടുള്ളതാണ്. ഇതിൽ പദച്ഛേദം വ്രജേശ്വര ശൗരി വജഹ നിശമ്യ സമാവൃജൻ അധ്വനി ഭീതചേതാഹ നിഷ്പിഷ്ട നിശേഷതരും നിരീക്ഷ്യ കിഞ്ചിത് പദാർത്ഥം ശരണം ഗത ത്വം. അതായത് ശൗര്യവജഹ നിശമ്യ വ്രജേശ്വര. വ്രജേശ്വരൻ എന്ന് പറയുന്നത് നന്ദഗോപരാണ്, കൃഷ്ണൻ്റെ വളർത്തച്ഛൻ. ആ ഗോകുലത്തിൻ്റെ അധിപനായിട്ടുള്ള ആളാണ് നന്ദഗോപൻ. അപ്പം നന്ദഗോപനോട് വസുദേവർ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ശൗരി വജഹ, ശൗരി വസുദേവരാണ്. വസുദേവർ പറഞ്ഞ വചനങ്ങൾ കേട്ട്, നിശമ്യ പറഞ്ഞതെല്ലാം കേട്ടിട്ട് നന്ദഗോപർ ഭീതചേതാഹ, ഭീതചേതനയോടുകൂടി, ഭീതമായ മനസ്സോടുകൂടി സമാവൃജൻ മടങ്ങി വരവേ അധ്വനി വഴിക്ക്, മടങ്ങി വരുന്ന വഴിക്ക് നിഷ്പിഷ്ട നിശേഷതരും കിഞ്ചിത് പദാർത്ഥം നിരീക്ഷ്യ. എന്താ സംഭവിച്ചത്? നിഷ്പിഷ്ട നിശേഷതരു, മരങ്ങളെ എല്ലാം തട്ടി വീഴ്ത്തി തവിടുപൊടിയാക്കിയ ഏതോ ഒരു വസ്തുവിനെ കണ്ടു ഭയപ്പെട്ടു. എന്നിട്ട് അതായത് പൂതന അവിടെ വീണതും ആ മരങ്ങളെല്ലാം പെട്ടെന്ന് അവിടെ ഒരു വലിയ പ്രദേശത്തേക്കാണ് മറിഞ്ഞു വീഴുന്നത്. അവിടെയുള്ള മരങ്ങളെല്ലാം തട്ടിപ്പൊട്ടി തവിടുപൊടിയായി അവിടെ ഒരു ഭയാനകമായ സാധനം അവിടെ വീണ് കിടക്കുന്നതാണ് പെട്ടെന്ന് വരും വഴി നന്ദഗോപർ കാണുന്നത്. അപ്പോൾ നേരത്തെ കപ്പം കൊടുക്കാൻ വേണ്ടി കംസൻ്റെ രാജധാനിയിൽ ചെന്നപ്പോൾ വസുദേവർ നന്ദഗോപരെ കണ്ട് പറയുന്നുണ്ട്, അങ്ങ് അധിക സമയം പുറത്തെങ്ങും പോകരുത്, അമ്പാടിയിൽ ഉണ്ടാകണം, അങ്ങേക്ക് കുഞ്ഞ് ജനിച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞു, സന്തോഷമുണ്ട്, പക്ഷേ ആ കുഞ്ഞിന് ആപത്തുണ്ടാകും എന്നൊരു ആശങ്കയുണ്ട്, അതുകൊണ്ട് അവിടെ എപ്പോഴും ഉണ്ടാകണം എന്നൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഉപദേശം കേട്ട് നന്ദഗോപർ, വസുദേവരെ വളരെ ബഹുമാനമുള്ളതാണ് നന്ദഗോപർക്ക്, അപ്പോൾ അദ്ദേഹം വേഗം അമ്പാടിയിലേക്ക് തിരിച്ചു പോന്നു ഭയപ്പെട്ട്. എന്തെങ്കിലും സംഭവം, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ട് അമ്പാടിയിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ഈ സംഭവം കാണുന്നത്. മരങ്ങളൊക്കെ തവിടുപൊടിയായി എന്തോ ഒരു ഭയാനക വസ്തു അവിടെ വീണ് കിടക്കുന്നു. അവിടെ എത്തുമ്പോഴാണ് ഇതെല്ലാം അറിയുന്നത്. ത്വാം ശരണം ഗത, ഇത് കണ്ടിട്ട് ത്വാം അങ്ങയെ ശരണം പ്രാപിച്ചു. അങ്ങയെ ശരണം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ആപത്തൊന്നും ഉണ്ടാകാതെ രക്ഷിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ പൂതന അമ്പാടിയിൽ എത്തും മുൻപ് കംസൻ്റെ കൊട്ടാരത്തിൽ വെച്ച് ഇങ്ങനൊരു വാർത്ത കേട്ട ഉടനെ തന്നെ അവിടുന്ന് പോന്നു പല ആപത്തുകളും കുഞ്ഞിന് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും അതിൻ്റെ നിമിത്തങ്ങൾ മനസ്സിൽ തോന്നുന്നു എന്നുമാണ് വസുദേവർ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് അതെല്ലാം കേട്ട് ഭയപ്പെട്ട് അമ്പാടിയിൽ എത്തുമ്പോഴാണ് ഈ സംഭവം കാണുന്നത്. പർവ്വതം പോലെ എന്തോ വന്ന് വീണതായിട്ടാണ് പെട്ടെന്ന് കാണുന്നത്. അല്ലയോ ഭഗവാനെ, പീഡിതനായ നന്ദഗോപർ അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചു, ആപത്തൊന്നും വരുത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അമ്പാടിയിൽ എത്തുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. എത്തിക്കഴിയുമ്പോഴാണ്
വ്രജേശ്വര ശൗരിവജോ നിശമ്യ സമാവ്രജന്നത്വനിഭീതചേത നിഷ്പിഷ്ടനിശേഷതരും നിരീക്ഷ്യ കിഞ്ചിത് പദാർത്ഥം ശരണം യതസ്ത്വാം. അങ്ങനെ അവിടെ എത്തിച്ചേർന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ശ്ലോകത്തിൽ ഇനി എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നവിടെ അറിഞ്ഞു. പൂതനയുടെ ദഹനം അതാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. നിശമ്യ ഗോപീവചനാത് ഉദന്തം സർവേ അഭി ഗോപ ഭയവിസ്മയാന്ത ത്വത്പാദിതം ഘോരപിശാചദേഹം ദേഹുഹു വിദൂരേ അഥ കുഠാരകൃത്തം. സർവേ അഭി ഗോപാഹ ഗോപീവചനാത്. ഗോപസ്ത്രീകൾ പറഞ്ഞ വർത്തമാനമെല്ലാം ഉദന്തം നിശമ്യ കേട്ടറിഞ്ഞ്. അപ്പോൾ അവിടെ ഗോപന്മാരും ഗോപസ്ത്രീകളും ഉണ്ടായിരുന്നു. അവരെല്ലാം പറഞ്ഞ വർത്തമാനമെല്ലാം കേട്ടറിഞ്ഞ് ഭയവിസ്മയാന്ത പേടിച്ചും ആശ്ചര്യപ്പെട്ടും അന്ധരായിപ്പോയി. അവിടെ ഉണ്ടായ ഗോപന്മാരും ഗോപിമാരും അവർ പറയുന്നത് എന്താണ്? ഭയപ്പെട്ടും ആശ്ചര്യപ്പെട്ടും അവരെല്ലാം അന്ധരായിപ്പോയി. ത്വത്പതിതം ഘോര പിശാചദേഹം, അങ്ങ് കൊന്നു വീഴ്ത്തിയ, ത്വത് പതിതം എന്ന് വെച്ചാൽ അങ്ങ്, ത്വത് അങ്ങ്, പതിതം കൊന്നു വീഴ്ത്തിയ ഘോര പിശാചദേഹം, ഘോരമായ ആ പിശാചിനിയുടെ ദേഹം, ആ ഭയാനകമായ ശരീരത്തെ, ആ കാര്യങ്ങളെല്ലാം നന്ദഗോപരോട് ഇവരിങ്ങനെ വർണ്ണിച്ചു. അപ്പോൾ അവരെല്ലാവരും അന്തം വിട്ടിരിക്കുകയാണ്. ഇത്രയും ഭയാനകമായ ഒരു സംഭവം നടന്നു, ഈ കുഞ്ഞാണ് ഇതെല്ലാം ചെയ്തതെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അവർക്കങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. കുഞ്ഞിന് പക്ഷേ എങ്ങനെയൊക്കെയോ സംഭവിച്ചു പോയിന്നേ അവർക്കറിയുള്ളൂ. അപ്പോൾ പിന്നെ അവരെന്താ ചെയ്ത്? മല പോലെ വീണ് കിടക്കുന്ന പൂതനയുടെ ദേഹം അവർക്ക് ഒറ്റയ്ക്ക് അതൊരു സ്ഥലത്ത് കൊണ്ടുപോയി മറവ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് കോടാലി കൊണ്ട് വെട്ടിമുറിച്ച് അകലെ കൊണ്ടുപോയി ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കഷ്ണം കഷ്ണമാക്കി ഗോപസമൂഹം മുഴുവൻ സംഭവം അറിഞ്ഞ് അവിടെ എത്തി. ആ സംഭവത്തിൽ ദൃക്സാക്ഷികളായ ഗോപികമാർ നടന്ന സംഭവങ്ങളെല്ലാം വിസ്തരിച്ച് എല്ലാവരോടുമായിട്ട് പറഞ്ഞു. ആശ്ചര്യം കൊണ്ട് അന്ധരായിപ്പോയ അവിടുന്ന് കൊന്നു വീഴ്ത്തിയ ആ പിശാചദേഹത്തെ, അപ്പോൾ ഇവർക്ക് ആ ആശ്ചര്യം എന്ന് പറയുന്നത് ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ കുഞ്ഞ് അതിനൊരു കാരണക്കാരനാണെന്ന് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇത് നടന്നു കഴിഞ്ഞു. അവരതുകൊണ്ട് ഭയപ്പെടുകയാണ്. ആ പിശാചദേഹത്തെ പിന്നീട് കോടാലി കൊണ്ട് വെട്ടിമുറിച്ച് വിദൂരത്തിൽ കൊണ്ടുപോയി ദഹിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതങ്ങനെ അവർക്ക് ഒരുമിച്ചെടുത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. അത്രയ്ക്ക് ഭയാനകമായ ആ പിശാച രൂപമായിരുന്നു. വിദൂരത്തിൽ കൊണ്ടുപോയി കുഠാര കൊണ്ട്, അല്ലെങ്കിൽ കോടാലി, കുഠാരം എന്ന് പറഞ്ഞാൽ കോടാലി കൊണ്ട് വെട്ടിമുറിച്ചിട്ടാണ് ചെയ്യുന്നത്. നിശമ്യ ഗോപീ വചനാദുദന്തം സർവേപി ഗോപാ ഭയവിസ്മയാന്ത ത്വത്പാദിതം ഘോര പിശാചദേഹം ദേഹുർവിദൂരേഥ കുഠാരകൃത്തം. അടുത്തത് മൂന്നാമത്തെ ശ്ലോകമാണ്. മൂന്നാമത്തെ ശ്ലോകത്തിൽ അതിനുശേഷമുണ്ടായ പൂതനയ്ക്ക് ആ ദഹനം കഴിയുമ്പോൾ പൂതനയ്ക്ക് ഭഗവാൻ മോക്ഷം കൊടുക്കുന്ന ആ സംഭവമാണ് അടുത്തത്. അതെങ്ങനെ സംഭവിച്ചു എന്നുകൂടി വിസ്തരിച്ച് പറയുന്നുണ്ട്. ത്വത്പീത പൂതസ്തന തത് ശരീരാത് സമുച്ചലൻ ഉച്ചതര ഹി ധൂമഃ ശങ്കാം അദാത് ആഗരവ കിം ഏഷ കിം ചന്ദനഃ ഗൗൽഗുലവ അഥവാ ഇതി. അതായത് ത്വത്പീതപൂതസ്തന തത് ശരീരാത്, അങ്ങ്, ത്വത്ത് എന്ന് പറഞ്ഞാൽ അങ്ങ്, വലിച്ചു കുടിച്ചിട്ട്, പീതം എന്ന് പറഞ്ഞാൽ കുടിച്ചു, വലിച്ചു കുടിച്ചിട്ട്, പൂതസ്തന പരിശുദ്ധയായി തീർന്ന സ്തനങ്ങളോട് കൂടിയ, പൂതം എന്ന് പറഞ്ഞാൽ പരിശുദ്ധം എന്നാണ് അർത്ഥം. പൂതസ്തന തത് ശരീരാത് പരിശുദ്ധമായ തീർന്ന സ്തനങ്ങളോട് കൂടിയ ആ പൂതനാ ശരീരത്തിൽ നിന്ന്, അങ്ങനെ ദഹിപ്പിച്ചപ്പോൾ ആ ശരീരത്തിൽ നിന്ന് സമുച്ചലൻ ഉച്ചതര ധൂമഹി, സമുച്ചലൻ എന്ന് പറഞ്ഞാൽ ധാരാളമായി പുറപ്പെട്ട് വളരെ ഉയരത്തിൽ, ഉച്ചതരഹ വളരെ ഉയരത്തിൽ പൊങ്ങിയ
ധൂമം, ധൂമം പുക, പൊങ്ങിയ പുകയാകട്ടെ, ഹി എന്ന് പറയുമ്പോൾ ആകട്ടെ, പുകയാകട്ടെ. ഏഷഹ ആഗരവ കിം കിം ചന്ദനാഹ. എന്താണ് ഏഷഹ? ഇത്. ആഗരവ, ആഗരവ് എന്ന് പറഞ്ഞാൽ അകിൽ എന്നാണ്. അകിൽ ഒരു സുഗന്ധദ്രവ്യമാണ്, പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന അകിലും ചന്ദനവും ഒക്കെ പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന സുഗന്ധദ്രവ്യങ്ങളാണ്. അപ്പോൾ പൂതനയുടെ ശരീരം ദഹിപ്പിച്ചപ്പോൾ അവിടെ ഉയർന്നു പൊങ്ങിയ പുക, ആ പുകയെക്കുറിച്ചാണ്. ഏഷഹ, ഇത് അകിലാണോ? കിം കിം ചന്ദനഹ, അകിലാണോ അതോ ചന്ദനമാണോ, ചന്ദനത്തിൻ്റേതാണോ? എന്നിട്ടോ അഥവാ ഗുൽഗുലവ, അല്ലെങ്കിൽ ഗുൽഗുലുവിൻ്റേതാണോ? ഗുൽഗുലു എന്ന് പറഞ്ഞാൽ മറ്റൊരു സുഗന്ധദ്രവ്യമാണ്. ഇതി ശങ്കാം അതാത്, അതല്ല മറ്റെന്തെങ്കിലും അതിനേക്കാളും ഉപരിയായ സുഗന്ധദ്രവ്യമാണോ എന്ന് തോന്നിക്കുമാറ്. അതായത് അവിടെ ഉയർന്നു പൊങ്ങിയ അങ്ങ് വലിച്ചു കുടിച്ച് പരിശുദ്ധമായി തീർന്ന ആ സ്തനങ്ങളോടു കൂടിയ പൂതനാ ശരീരത്തിൽ നിന്ന് ദഹന സമയത്ത് ഉയർന്നു പൊങ്ങിയ പുക, ആ പുക അവിടെയുള്ളവരുടെ എല്ലാം ഉള്ളിലേക്ക് കടന്നു ചെന്ന് എന്താ ഉണ്ടാക്കിയത്? സുഗന്ധമാണ്. ആ സുഗന്ധം എല്ലായിടത്തെയും ഉയർന്നു പൊങ്ങിയപ്പോൾ അകില് അതാണോ, ചന്ദനമാണോ, അകിലാണോ, ഗുൽഗുലു ആണോ, അതുമല്ല അതിനേക്കാളും സുരഭിലമായ മറ്റൊന്നാണോ എന്ന് തോന്നും വിധം ആ പ്രദേശം മുഴുവൻ ഭഗവാന്റെ ശരീരത്തിൽ ഉണ്ടായപ്പോൾ തന്നെ, പൂതനയിൽ ശരീരത്തിൽ സ്പർശിച്ചപ്പോൾ തന്നെ പൂതനയിൽ മാറ്റം സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് അവിടെ സൂചന. അതായത് ഭഗവാൻ ആ മടിയിൽ കയറിയിരുന്ന മാറിൽ നിന്ന് മുലപ്പാൽ വലിച്ചു കുടിച്ചു. വിഷം പുരട്ടിയ മുലകളിൽ നിന്ന് മുലപ്പാൽ വലിച്ചു കുടിച്ചപ്പോൾ അവളുടെ പ്രാണനെ തന്നെയാണ് വലിച്ചു കുടിച്ചത്. അത് കഴിഞ്ഞ് ആ പൂതനാദേഹം മരിച്ചു വീണ് കഴിഞ്ഞപ്പോൾ ആ ശരീരം പരിശുദ്ധമായി തീർന്നു. ആ സ്തനങ്ങൾ ഭഗവാൻ വലിച്ചു കുടിച്ചതുകൊണ്ട് മാത്രം ആ സ്തനങ്ങൾ പരിശുദ്ധമായി തീർന്ന ആ പൂതനാദേഹം ദഹിപ്പിച്ചപ്പോൾ അതിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ പുക അകിലിൻ്റേതാണോ, ചന്ദനത്തിൻ്റേതാണോ, ഗുൽഗുലുവിൻ്റേതാണോ, അതോ അതിനേക്കാൾ ഉപരിയായ സുരഭിലമായ മറ്റെന്തോ ആണോ എന്ന് തോന്നും വിധം ആ പ്രദേശം മുഴുവൻ സുഗന്ധപൂരിതമായി. ഭഗവാന്റെ ശരീരത്തിലുണ്ടായ ആ സ്പർശനം തന്നെ പൂതനയിൽ മാറ്റം വരുത്തി കഴിഞ്ഞു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ആ മാറ്റം അവിടെ സംഭവിച്ചു കഴിഞ്ഞു. ത്വത്പീതപൂതസ്തന തത്ശരീരാത് സമുച്ചലൻ ഉച്ചതരോ ഹി ധൂമഃ ശങ്കാമദാദാഗരവ കിമേഷ കിം ചന്ദനോ ഗുൽഗുലവോധവേദി. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നാണോ എന്ന് തോന്നിക്കുമാറ് അത്രയേറെ അവിടെ സുഗന്ധം പരന്നു. അടുത്തത് 4-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, മദംഗ സംഘസ്യ ഫലം ന ദൂരേ ക്ഷണേന താവത് ഭവതാം അഭി സ്യാദ് ഇതി ഉല്ലഭൻ വല്ലവ തല്ലജേഭ്യ ത്വം പൂതനാം ആദനുധ സുഗന്ധിം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മദംഗ സംഘസ്യ ഫലം ന ദൂരേ. മദ് അംഗം, എൻ്റെ അംഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരവുമായി സംഘസ്യ, സംഘം ഉണ്ടാകുമ്പോൾ, സമ്പർക്കം ഉണ്ടായാൽ അതിൻ്റെ ഫലം വിദൂരമല്ല എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറയുന്നത് പോലെയാണ്, പറയുന്നതല്ല. ആ പുക അങ്ങനെ മറ്റുള്ളവർക്ക് മനസ്സിലേക്ക് കടക്കുന്നു എന്നാണ് പറയുന്നത്. എൻ്റെ ശരീരവുമായി സമ്പർക്കമുണ്ടായാൽ അതിൻ്റെ ഫലം വിദൂരമല്ല. പിന്നെയോ ഭവതാം അഭി ക്ഷണേന താവത് സ്യാത്, നിങ്ങൾക്കും അത് താമസിയാതെ ലഭിക്കും. അതായത് ഗോപസമൂഹമാണ്, ദേവീദേവന്മാരാണ് ഈ ഗോകുലത്തിൽ വന്ന് ഗോപസമൂഹമായി താമസിക്കുന്നത്. ഈ ഗോപികമാരും ഗോപന്മാരും എല്ലാം സ്വർഗത്തിൽ നിന്ന്, വിഷ്ണു ലോകത്തിൽ നിന്ന് എത്തിയ ദേവീദേവന്മാരാണ്. മഹാവിഷ്ണു മനുഷ്യനായി ജനിക്കുമ്പോൾ മഹാവിഷ്ണുവിന് സമ്പർക്കം പുലർത്താനും സഹായിക്കാനും വേണ്ടി അവിടെ നിന്ന് പോന്ന ദേവീദേവന്മാരാണ് ഈ ഗോപസ്ത്രീകളും ഗോപന്മാരും എല്ലാം. അപ്പോൾ ഭവതാം അഭിഷണേന താവത് സ്യാത്, നിങ്ങൾക്കും
അത് താമസിയാതെ ലഭിക്കും. ഇതി വല്ലവ തല്ലജേഭ്യ ഉല്ലഭൻ. ഇങ്ങനെ യോഗ്യരായ വല്ലവ തല്ലജേഭ്യ യോഗ്യരായ ഗോപസമൂഹത്തോട് ഉല്ലഭൻ ഉറക്കെ പറയുവാനോ എന്ന് തോന്നുമാറ് ത്വം പൂതനാം സുഗന്ധിം ആദനുധ. അവിടുന്ന് പൂതനയെ സൗരഭ്യമുള്ളവളാക്കി തീർത്തുവല്ലോ. ഭഗവാനോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഗോപസമൂഹത്തോട് പറയുവാനോ എന്ന് തോന്നുമാറ് അവിടുന്ന് പൂതനയെ സൗരഭ്യമുള്ളവളാക്കി തീർത്തുവല്ലോ. എൻ്റെ ശരീരവുമായി സമ്പർക്കമുണ്ടായാൽ അതിൻ്റെ ഫലം അകലെയല്ല, നിങ്ങൾക്ക് താമസിയാതെ അത് ലഭ്യമാകും എന്ന് ഗോപകുലത്തിനെ അറിയിക്കാനോ എന്ന് തോന്നുമാറ് അവിടുന്ന് പൂതനാ ശരീരത്തെ സുഗന്ധവാഹിയാക്കി തീർത്തു. അതാണ് അവിടെ കണ്ട കാഴ്ച. മതംഗസംഗസ്യ ഫലം ന ദൂരേ ക്ഷണേന താവത് ഭവതാമപി സ്യാദ്. ഇദുല്ലഭൻ വല്ലവ തല്ലജേഭ്യഃ ത്വം പൂതനാമാദനുധാ സുഗന്ധിം. ഓം ശ്രീനാരായണായ നമഃ.